സിനിമയിൽ മിസ്സായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് മിസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളില്ലേ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ നല്ല രസമുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ചില സമയത്ത് ഇമോഷൻസിൻ്റെ കൂടെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് എടുത്തു, ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൈയടിച്ചു തിയേറ്ററിൽ. നല്ല പടം. ഈ സിനിമയിലൂടെ നമ്മുടെ അച്ഛനെ ഇജോയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ ഒരു മൂഡല്ല പടം, ആ ഒരു ലെവലല്ല പടം. പക്ഷേ എന്നാൽ കൂടെ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര വർക്കൗട്ടാണ്. നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കുമ്പോൾ അവർ സെറ്റാണോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകണമെന്നൊക്കെ തോന്നുന്നൊരു പടം. നല്ല രസമുള്ള പടം, എല്ലാവരും കാണണം, കണ്ടിരിക്കണം. നരേൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു കമ്പാക്ക് അല്ലേ നരേന് കുറച്ച് കാലമായിട്ട്. പക്ഷേ പുള്ളിക്കാരൻ അതേപോലെ തന്നെ ഉണ്ട്, നമ്മളെ ക്ലാസ്മേറ്റ്സിൽ ആ ഒരു റൊമാൻറ്റിക് ഹീറോ അതൊക്കെ തന്നെ. കോമഡിയൊക്കെ വർക്കൗട്ടാണ്. കോമഡി വർക്കൗട്ടാണ്, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ പറയില്ല, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കാറുണ്ട്. അടിപൊളിയായിട്ട് സോങ്സ് ഒക്കെ ഉണ്ടോ? സോങ്സ് സൂപ്പറാണ്. സോങ്സ് ഞാൻ പറയാനിരിക്കായിരുന്നു, എല്ലാ സോങ്സും അടിപൊളിയാണ്. ഹരിചേരൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ സോങ് പാടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് സോങ്സ് ഒക്കെ. തരുന്ന ഇവരുടെ മറ്റേ ഒരു ചകട സാധനങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു കുറവും വന്നിട്ടില്ല. നരേൻ ചേട്ടൻ്റെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മീര ചേച്ചിയുടെ ആണെങ്കിലും എല്ലാ ഇമോഷൻസും ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല പടത്തിന് കയറുന്നതിന് മുമ്പേ. പക്ഷേ ഞാൻ എന്താ പറയുക, ഇത് ഉറപ്പായിട്ട് ഹിറ്റാണ്, ഉറപ്പാണ്. അത്ര അടിപൊളിയായിട്ട്. പിന്നെ പപ്പേട്ടനാണിത് ചെയ്യണമെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് കേട്ട ഉടനെ ഒരു കൗതുകം തോന്നി. ക്വീൻ എലിസബത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ മീരയാണ് ചെയ്യണത് എന്നുള്ളത് ഒരു അഡീഷണൽ അട്രാക്ഷനായിരുന്നു. ഞങ്ങൾ കുറേ വർഷത്തിന് ശേഷം വരുന്നൊരു കോംബോ ആണല്ലോ, അതിന് പറ്റിയ സിനിമയാണത്. സോ തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. എല്ലാ തിയേറ്ററിലും എല്ലാവരും പോസിറ്റീവായിട്ടാണ് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, റെസ്പോൺസാണ് കിട്ടുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ന്യൂ ഇയർ സമ്മാനമായിട്ട് കൊടുക്കുന്നു പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും ന്യൂ ഇയർ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി ഫാമിലിയോട് കൂടി കാണേണ്ട ഒരു സിനിമയാണ്. ഫൺ ഫിലിമാണ്, ഹ്യൂമറുണ്ട്, മനുഷ്യബന്ധങ്ങളെ പറ്റിയും പല സിറ്റുവേഷൻ അങ്ങനത്തെ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള സിനിമയാണത്. ഇമോഷണൽ രീതിയിൽ ഫാമിലിയായിട്ട് പോയി കാണേണ്ട സിനിമയാണ്. ദയവായി കാണും. താങ്ക് യു. സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു. ഞാൻ കുറേ തവണ കണ്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്. അല്ല, എനിക്ക് എല്ലാ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ഞാൻ ചെയ്ത സാധാരണ സിനിമകളുടെ ജോണറല്ല, ഇത് വേറൊരു ജോണറാണ്. ഒരു എൻ്റർടൈനറാണ്. എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഒട്ടും ഡാർക്കായിട്ടുള്ള മൂവിയല്ല, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷമായിട്ട് കണ്ടു തീർക്കാവുന്ന സിനിമയാണ്. അങ്ങനെയുള്ള എല്ലാ ഫാമിലിയും സിനിമയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മളെല്ലാവരും, ഞാനും സിനിമകളിൽ മാത്രം ഒന്നിച്ച് കണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സക്സസ് കപ്പിളാണ് രണ്ടുപേരും. അത് ഞാൻ പറഞ്ഞു, നല്ല സിനിമയാണ്, നല്ല പോസിറ്റീവ് വൈബുള്ള സിനിമയാണ്, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. സന്തോഷത്തോടെ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകാവുന്ന സിനിമയാണ്. ഒട്ടും ഡാർക്കല്ല. ഇന്നത്തെ ഈ വെക്കേഷൻ സമയത്ത് എല്ലാ ഫാമിലിക്കും കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. ഫാമിലിയാണ്, റൊമാൻറ്റിക്കാണ്, കോമഡി, ഇമോഷൻ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പടമാണ്. പിന്നെ ഒരുപാട് നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട്, പക്ഷെ അതല്ല പടം. ത്രൂ ഔട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കും ഇന്നതാവും, പക്ഷെ ലാസ്റ്റ് വരുന്ന ക്ലൈമാക്സ് നമ്മളെയൊക്കെ ഞെട്ടിക്കും. അത് പടം കണ്ടു തന്നെ അറിയണം. എന്തായാലും തിയേറ്ററിൽ വന്ന് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് മസ്റ്റായിട്ട് തന്നെ കാണണം. അപ്പോൾ റേറ്റിംഗ് ഒരു 5 കൊടുക്കും. പ്രത്യേകത 4 ഫ്രണ്ട്സിൻ്റെ രണ്ടാം ഭാഗം പോലെ തോന്നിയിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മരണവസ്തമാക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവസാനമാണ് അതിൻ്റെ കൺക്ലൂഡിങ് ക്ലൈമാക്സിലെ മനസ്സിലാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് കാണും. ക്വീൻ എലിസബത്ത്, അതായത് പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ലേഡി കഥാപാത്രം ശക്തമായി കാണിച്ചേക്കാണ്. അതെന്തുകൊണ്ടും മീര ജാസ്മിനെ നല്ലൊരു തിരിച്ചുവരവ് അങ്ങനെ വേണം പറയും. പിന്നെ മീര ജാസ്മിൻ പോലെ തന്നെ നരേനും ഇതിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ലാഗടിക്കണ പോലെ എനിക്ക് തോന്നി. അതായത് ഒരു ഇൻ്റർവെല്ലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ലാഗടിക്കണ പോലെ തോന്നി. പക്ഷേ ക്ലൈമാക്സ് ആയപ്പോൾ നമുക്കൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മെസ്സേജ് പോലെ ഈ പടത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി വിധി എഴുതുന്നു, അതായത് നമ്മൾ ഇങ്ങനെ മരിക്കും, അതാണ് ഇതാണ് ഒക്കെ പറഞ്ഞ് വിധി എഴുതുന്നത് നമ്മൾ വേറൊരു ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യം ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വല് നല്ല ഭംഗിയുള്ള സീനറികളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായാലും കൊള്ളാം, വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നാലും അവരുടെ ഒരു പുതിയ നുവാൻസസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്.
ഇതൊരു റോം കോമാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് ഈ അവധിക്കാലത്ത് സന്തോഷമായിട്ട് വീട്ടിലെ എല്ലാവരും കെട്ടിപ്പെറുക്കി ഓടി വരാം. ഞാൻ മോർണിംഗ് കൊണ്ടാണ് വന്നിരിക്കണേ. ന്യൂ ഇയർ ട്രീറ്റ് അല്ല, ഈ വെക്കേഷൻ ട്രീറ്റാണ് ശരിക്കും പറയുന്നത്. കാരണം ഇത് നമുക്ക് 10 ദിവസത്തെ വെക്കേഷൻ. അപ്പോൾ എൻ്റെ മോൾക്ക് പരീക്ഷ ഉണ്ട് ശരിക്കും, പക്ഷേ അവളിതപ്പോൾ അടുത്ത ഷോന് പോകാൻ പോകും. അപ്പോൾ മോർണിംഗ് കൂടി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. അപ്പം ഡെഫിനറ്റ്ലി വെക്കേഷൻ ഫൈൻ. ചിത്രം തീർച്ചയായിട്ടും ഫാമിലിക്ക് ഏറ്റെടുക്കാൻ പറ്റാവുന്ന എല്ലാ ഘടകങ്ങളുള്ള ഒരു എൻ പത്മകുമാർ ചിത്രം തന്നെയാണ്. ഇതിലെടുത്തു പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നരേനും അതേപോലെ തന്നെ മീര ജാസ്മിൻ്റെയും അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് അവർ നടത്തിയേക്കുന്നത് പറയേണ്ടത്. അതുപോലെ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഈ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ് ക്വീൻ എലിസബത്ത്.